കണ്ണ് തള്ളി തള്ളി കണ്ണ് തന്നെ ഇപ്പൊ ഇല്ലാതായിരിക്കുന്നു നമുക്കൊക്കെ. അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിന്റെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതിൽ സംശയങ്ങൾ. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ മുറികൾ ബുക്ക് ചെയ്തു. 37 ലക്ഷത്തിലേറെ രൂപയാണ് ചെലവ്. ഒരെത്തുപിടിയും കിട്ടുന്നില്ല. പക്ഷെ അവർക്കൊന്നും അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് വെളിവാക്കുന്നതാണ്. ഇത് വൻ തട്ടിപ്പാണ് നടന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ്. ഈ 37 ലക്ഷത്തിലേറെ രൂപയുടെ ചിലവ് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ ആ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പിലൂടെ നടത്തിയ കാര്യങ്ങൾ സർക്കാരിന്റെ ചെലവിലേക്ക് വരുന്നത്? ഇതൊക്കെ നികുതി പണത്തിൽ നിന്നാണല്ലോ. അപ്പോഴും അതിദരിദ്രരില്ലാത്ത നാടാണ് ഇത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. പിന്നെ പാവപ്പെട്ടവർ അത് നിഘണ്ടുവിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഏത് കണക്കിലാണ് ഉൾക്കൊള്ളിക്കുക? നിത്യച്ചെലവിന് നെട്ടോട്ടമോടുന്ന, നികുതി കൃത്യമായി കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന കുറെ ചോദ്യങ്ങൾക്കെങ്കിലും, അവരുടെ മനസാക്ഷി ഉയർത്തുന്ന ചോദ്യങ്ങൾക്കെങ്കിലും ഉത്തരം പറയാൻ ഇവർക്കൊക്കെ എന്തെങ്കിലും ആയെങ്കിൽ എന്നാണ് കരുതുന്നത്.